ലോകത്തിലെ തന്നെ ഏറ്റവും ശാന്തിയും സമാധാനവും ലഭിക്കുന്ന കാറ്റിന് പോലും പ്രത്യേക സുഗന്ധമുള്ള ഒരിടത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. മറ്റെവിടേക്കുമല്ല, സൗദി അറേബ്യയിലുള്ള അൻസാരികളുടെ നാടായ മദീനയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മളെല്ലാവരും, സ്ത്രീയായാലും പുരുഷനായാലും, എന്തിനേറെ കുട്ടികൾ പോലും പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുള്ള റൗള ഷരീഫ്. നമ്മളിൽ പലരും ഇവിടെ പോയിട്ടുള്ളവരുമാണ്. അവിടെ എത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരു സലാം പറയാൻ ആഗ്രഹിക്കാത്തവരായിട്ട് ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. സ്വപ്നത്തിലെങ്കിലും ഒന്ന് കണ്ടിരുന്നെങ്കിലെന്ന് വേദനയോടെ, അതിലേറെ സങ്കടത്തോടെ ആഗ്രഹിക്കുന്നവരും ധാരാളം. നബി തങ്ങൾക്ക് സലാം പറയുന്നവരുടെ നിരയാണ് ഈ കാണുന്നത്. മാഷാ അല്ലാഹ്. പൊട്ടിക്കരയാത്തവരായിട്ട് ആരും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇവിടെ എത്തുമ്പോൾ വല്ലാത്തൊരു വേദനയും സങ്കടവും സന്തോഷവും സമാധാനവും ശാന്തിയും, എന്താ പറയുക, വല്ലാത്ത അനുഭൂതി തന്നെയാണ് ഇവിടെ എത്തുമ്പോൾ കിട്ടുന്നത്. മസ്ജിദുൻ നബവിയും അതിൻ്റെ ചുറ്റുഭാഗവും ഇരിക്കുന്ന ജനലക്ഷങ്ങളുമാണ് ഈ കാണുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നുള്ളവർ ഇവിടെയുണ്ട്. നിസ്കാരത്തിന് തയ്യാറായിട്ടിരിക്കുകയാണ്. ബാങ്ക് വിളിക്കുന്നുണ്ട്. ഭൂമിയിൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അത് റൗളയാണ് എന്ന് നബി തിരുമേനി തങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. നിസ്കാരത്തിന് ഇടം പിടിക്കാനായി ആളുകൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാം. മസ്ജിദിനകത്തും ഇതുപോലെ തന്നെ നിറയെ ആളുകളുണ്ട്. എന്നിരുന്നാലും ആരും അങ്ങോട്ടും ഇങ്ങോട്ടും തള്ളുകയോ ഉന്തുകയോ ഒന്നുമില്ല. അൻസാരികൾ പാട്ടുപാടിയും ദഫ് മുട്ടിയും നബിതങ്ങളെ സ്വീകരിച്ച മദീന. റസൂലുള്ളാഹിയുടെ ഒട്ടകം മുട്ടുകുത്തിയ സുഹൈലിൻ്റെയും സഹലിൻ്റെയും സ്ഥലമുള്ള മദീന. ജനലക്ഷങ്ങൾക്ക് ശാന്തിയും സമാധാനവും കിട്ടുന്ന മദീന, സുന്ദരമായ മദീന. നബി തങ്ങളുടെ കാലടികൾ പതിഞ്ഞ ഈ മണ്ണിലൂടെ ഒന്ന് നടക്കാൻ, റൗള ഷരീഫിൽ ഒരു നേരമെങ്കിലും നിസ്കരിക്കാൻ, നബി തങ്ങളുടെ ഗന്ധമുള്ള കാറ്റൊന്ന് ശ്വസിക്കാൻ അല്ലാഹുവേ എല്ലാവർക്കും തൗഫീഖ് നൽകണേ നാഥാ. പൊട്ടിക്കരഞ്ഞുകൊണ്ടല്ലാതെ അവിടെ നിന്നും ഒരാളും തിരിച്ചു പോരുമെന്ന് തോന്നുന്നില്ല. പോന്നാലും മനസ്സിൽ നിന്നും ഒരിക്കലും മായാത്ത അനുഭൂതിയായി ഓരോരുത്തരുടെ മനസ്സിലും റൗള ഷരീഫ് ഉണ്ടാവും.